ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം നമ്മുടെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സീരീസ് തുടരുകയാണല്ലോ. നമ്മളൊരു ഹൗ ക്യാൻ വി ഇംപ്രൂവ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ടൈം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. അപ്പം ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂഷനുള്ളൊരു ഏരിയയാണ് ഡിസിഷൻ മേക്കിംഗ്. ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മളാകുന്നത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിലൂടെയാണ്. നമ്മളൊരു ഒരു പാത്ത് ഈവൻ 10 കഴിഞ്ഞ് നിങ്ങൾ എന്തെടുക്കണം എന്ത് എടുക്കാൻ പറ്റും, അതൊരു ഡിസിഷനായിരുന്നു. അതേപോലെ തന്നെ +2 കഴിഞ്ഞ് ഏത് ഫീൽഡ്, ഏത് ബ്രാഞ്ച്, ഏത് ജോലിയിലേക്ക് നമ്മൾ പോകണം, ഏത് ബ്രാഞ്ച് എടുത്തിട്ട് ഏത് ജോലിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്തത്. സോ ഏത് ബ്രാഞ്ച്, നെക്സ്റ്റ് ഏത് ജോലി, അത് കഴിഞ്ഞ് പിന്നെ മാരേജ് അത് വരും. അതുപോലെ തന്നെ പിന്നെ വീട്, ഏത് വീട് വെക്കണം, ഫ്ലാറ്റ് വേണോ വീട് വേണോ, എവിടെ നമ്മൾ സെറ്റിലാകും. സോ എവറിത്തിങ്, എല്ലായിടത്തും നമുക്ക് ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച് നമ്മുടെ ലൈഫ് അങ്ങോട്ട് മറിഞ്ഞു പോകും. നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്കാണ് പോകുന്നത്. സോ ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതിനൊരുപാട് ടൂൾസ് ആവശ്യമുണ്ട്. ഇപ്പം ഇന്നത്തെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അധികം നമുക്ക് ഓപ്ഷൻസ് ഇല്ല. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒരുപാട് ഉള്ളപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളപ്പോൾ ഇതിൽ ഏതെടുക്കണം എന്നുള്ള ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരിക്കും നമ്മൾ. സോ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇതിപ്പോൾ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ച് ഏറെ ഉണ്ട്. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാലും അത് ഡൈജസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിടാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അത് കഴിഞ്ഞ് ലൈഫിലെ ഓരോ സിറ്റുവേഷൻസ്, ഡിസിഷൻ മേക്കിംഗ് വരുന്ന സമയത്ത് ചെറുതാവാം വലുതാവാം, എന്ത് ഡിസിഷൻ ആണെങ്കിലും അത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രോസസ്സ്, ഈ ടൂൾസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് നമുക്കൊരു ബെറ്റർ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾ വന്നു ചേരും. സോ എന്തിനാണ് ഈ ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കാർപ്പൻറ്ററിൻ്റെ കയ്യിൽ ചുമ്മാ കുറേ തടി കഷ്ണങ്ങളും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയോട് ചെയ്യുക, ഒരു കട്ടിലുണ്ടാക്കാൻ പറഞ്ഞാൽ അങ്ങനെ പറ്റുമോ? സോ ഹി നീഡ്സ് ഉളി, കുട്ടുവടി, പിന്നെ അവരുടെ കട്ടിങ് മെഷീൻ, ഡ്രില്ലിങ് മെഷീൻ, ഇങ്ങനെയുള്ള മെഷീൻസൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുപോലെ തന്നെയുള്ള കുറച്ച് ടൂൾസ് നമ്മൾ ഈ ഡിസിഷൻ മേക്കിങ്ങിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻസ് കുറച്ചുകൂടെ ബെറ്റർ ആകും, കുറച്ചുകൂടെ നന്നാവും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ടൂൾസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ വീഡിയോസ് ആയിരിക്കും. കാരണം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. സോ അതുകൊണ്ട് ഈ ടൂൾസൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ വെക്കുക. ഗ്രാജുവലി നിങ്ങളിതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഇത് മനസ്സിലുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് ടൂൾ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കണം. ഏത് കോളേജിൽ പഠിക്കണം, എന്താണ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്തു. ഇപ്പോൾ കോളേജിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു, സിലബസ് കളക്ട് ചെയ്തു, ഇന്ന ബ്രാഞ്ചാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, എല്ലാം നമ്മൾ ഫീസ് സ്ട്രക്ചർ, എല്ലാ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. സ്റ്റിൽ നമ്മുടെ മനസ്സിലൊരു 1000 ചോദ്യങ്ങൾ വേറെ വരികയാണ്. അതെങ്ങനെയാവും, ഇതെങ്ങനെയാവും. അപ്പോൾ അതങ്ങോട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഇത് വേണം എന്ന് പറയാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. യു ഗോ ഫോർ ചോയ്സ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. യു ഗോ ഫോർ ഓപ്ഷൻ 2, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ഓപ്ഷൻ 3, അതിലേക്ക് മാറുക ഇമ്മീഡിയറ്റ്. കാരണം അൺനെസസറി ആയിട്ട് കുറേ കാലം നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് കിട്ടാവുന്ന നമ്മൾ ഇൻപുട്സ് ആണല്ലോ നമ്മൾ ഈ കൊടുക്കുന്നത്. നമ്മുടെ ആ ഇൻപുട്ട് എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇൻപുട്സ് കിട്ടത്തില്ല. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിയാലും നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണമെന്നില്ല. സോ നമ്മൾക്ക് ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ, സിലബസ്, ഫീസ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ കോളേജിൽ പ്ലേസ്മെൻറ്റ്സ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതെല്ലാം നമുക്ക് കിട്ടി. ഇതെല്ലാം വെച്ചിട്ടാണല്ലോ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചാണോ, അതിൻ്റെ ഫ്യൂച്ചർ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടും നമുക്ക് ഈ ഒരു കോളേജ് സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ മനസ്സിലുണ്ടെങ്കിൽ, ആകെ നമുക്ക് പിന്നെയും കുറേ ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കേണ്ടത് നിങ്ങൾക്കുള്ളതല്ല. സോ കാരണം അതൊരിക്കലും ആൻസർ കിട്ടാത്ത മാതിരി നിങ്ങൾക്ക് ലൈഫ് ലോങ് അത് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു കോളേജിൽ ഇത്ര അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഇനിയും ശരി ഇപ്പം വേണ്ട, കുറേ കൂടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാസം കൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ ആ ഓപ്ഷൻ മാറ്റുക. യു ഗോ ഫോർ ഓപ്ഷൻ 2. ഇനിയിപ്പോൾ അതിലും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്ഷൻ 3. അങ്ങനെ ഒരെണ്ണത്തിൽ മാത്രമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ബേസിക് ഡേറ്റാസ് കുറേ കിട്ടിയിട്ട് പോലും ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ഗോ ഫോർ നെക്സ്റ്റ് ഓപ്ഷൻ.
സോ ഇതാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫസ്റ്റ് സ്കില്ലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഈ ഒരു സീരീസും അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.